ശ്രീനാരായണ ഗുരു. തിരുവനന്തപുരത്ത് കൈതമുക്കിൽ മൂത്ത പിള്ള എന്നൊരു ധനികനുണ്ടായിരുന്നു. അദ്ദേഹത്തിനൊരിക്കൽ വലിയൊരു ദീനം പിടിപെട്ടു. വായ്ക്കുള്ളിലെ തൊലി മുഴുവനും ഉരിഞ്ഞുപോയി വ്രണമുണ്ടാകുന്നു. വായി അനക്കുവാൻ പോലും സാധിക്കുന്നില്ല. അന്നപാനാദികളെല്ലാം മുട്ടി. വളരെ പണം ചെലവ് ചെയ്ത് പല മന്ത്രവാദങ്ങളും നടത്തിയെങ്കിലും യാതൊരു ഫലവും ഉണ്ടായില്ല. ആ ഇടയ്ക്ക് അകന്നയൊരു ബന്ധു അരിയുപ്പുറം എന്ന സ്ഥലത്ത് കടുവയും പുലിയും ഒക്കെ വന്ന് കാവലായി കിടക്കുന്ന ഒരു മഹർഷി തപസ്സിരിക്കുന്നുണ്ട് എന്ന കാര്യം അറിയിച്ചു. അങ്ങനെ അവർ ആ മഹാഗുരുവിനെ കാണാൻ ആ വനത്തിലൂടെ യാത്ര ആരംഭിച്ചു. ഗുരുദേവൻ കൊടിതൂക്കി മലയുടെ താഴ്വാരത്തുള്ള കാട്ടിനുള്ളിൽ ഒരു കല്ലിന്മേൽ തപസ്സിരിക്കുകയായിരുന്നു. അവർ വന്നപ്പോൾ ഗുരു കണ്ണു തുറന്നു. എന്താണ് എല്ലാവരും കൂടി കൂട്ടമായി ഈ കാട്ടിലേക്ക് വന്നത്? സ്വാമികളെ ദർശിച്ച് അനുഗ്രഹം വാങ്ങിപ്പാനാണ്. മൂത്തപിള്ളയുടെ ബുദ്ധിമുട്ടുകളും അവർ പറഞ്ഞു. നമ്മുടെ കയ്യിൽ മരുന്നുകളൊന്നും ഇല്ലല്ലോ, എന്ത് ചെയ്യും? അതിനിടയിൽ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഏതാനും സ്ത്രീകൾ ഭക്ഷണം പാകം ചെയ്തു. അവ വൃത്തിയുള്ള ഒരു ഇലയിൽ വിളമ്പി ആദ്യം ഗുരുദേവന് മുന്നിൽ സമർപ്പിച്ചു. ഗുരുദേവൻ ഒരു ഉരുള ചോറെടുത്ത് മൂത്തപിള്ളയ്ക്ക് നൽകി. വളരെ നാളായി പാലും വെള്ളവും മാത്രം കഴിച്ചു പോന്നിരുന്ന മൂത്തപിള്ള ആ ചോറുരുള വാങ്ങാൻ മടിച്ചു. ഗുരു പറഞ്ഞു, തിന്നാം, മടിക്കണ്ട. ഉടനെ മൂത്തപിള്ള ഗുരുവിൻ്റെ തൃക്കരങ്ങളിൽ നിന്നും ആ ഉരുള വാങ്ങി കഴിച്ചു. മൂത്തപിള്ളയ്ക്ക് അത് കഴിക്കുവാൻ സാധിച്ചു. വേദന അനുഭവപ്പെട്ടില്ല. മൂത്തപിള്ള എല്ലാവർക്കും ഒപ്പമിരുന്ന് എല്ലാ കറികളും കൂട്ടി ഊണ് കഴിച്ചു. അതിൽ പിന്നെ അങ്ങനെ ഒരു അസുഖം മൂത്തപിള്ളയ്ക്ക് പിന്നെ വന്നിട്ടേയില്ല. അവർ ഗുരുവിന് നന്ദി പറഞ്ഞു.